നീ എന്തെങ്കിലും പോവാ മടിയെ എനിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു നോക്കണമെന്ന്. വേണ്ട ഞാൻ വേറെ നിന്നായിട്ട് വേറെ വള്ളിയൊന്നും പിടിക്കില്ല. പോവാന്നത് ഇല്ല അതിൻ്റെ ആയിട്ടേ സ്ഥലം വരെ പോവാൻ ഞാൻ വിചാരിച്ചു. ഇല്ല ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ചെല്ലാനത്തേക്ക് പോയി. ചെല്ലാനും നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു 15 ഒരു കൂപ്പൺ തരുന്നുണ്ട്, ഫീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ചെല്ലാനം ഹാർബർ. ഇപ്പോൾ നിറച്ചാളാണ്. ഇപ്പോൾ നിറച്ചാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെളുപ്പിന് ഒരു 6 മണിയാകുമ്പോഴൊക്കെ തുടങ്ങും. 6 മണി 5 മണിയാകുമ്പോൾ തുടങ്ങും. ഇവിടെ കൂട്ടത്തിൽ വരുത്തിട്ടുണ്ടായിരുന്നു. അവനെന്ത് എല്ലാം ലേലം വിളിക്കാൻ വേണ്ടി വെച്ചേക്കാം. അയില 5 കിലോ എത്ര പറഞ്ഞാൽ 150 രൂപ. 5 കിലോയാ? അത് ഒരു കിലോത്തിന് 150. ഒരു കിലോയ്ക്ക് 150. ഇത് 6 എടുത്തുണ്ട്. മീൻ വിൽക്കണടുത്തുണ്ടോ? എന്താടാ പോണല്ലേ? ചെമ്മീനോ അത്? ചെമ്മീൻ ചാളില്ല ചേട്ടാ. ചാളില്ലേ? ചെമ്മീനില്ലേ? പോയതൊക്കെ അയ്യോ ഞാൻ ചാളെടുക്കാൻ വേണ്ടി വന്നു. പത്തോട്ട് ചാളെടുക്കാൻ വേണ്ടി വന്നു. ചാളയും ചെമ്മീനും ഇങ്ങനെ നോക്കാൻ വേണ്ടി വന്നു. ചെമ്മീനും രണ്ടുമില്ല. നന്ദനെന്ന് പറഞ്ഞാ പണിയായാലും അയ്യേ എന്ത് വിളിക്കാൻ വേണ്ടി വാ നോക്കാം. 100 രൂപ വരെ 100 സത്യോട്ട് ഞാൻ ചാള അല്ലെങ്കിൽ ചെമ്മീൻ പിടിക്കാനായിട്ട് വന്നത്. ഷണ്ടു ഒറ്റ വീക്കതല്ല കരിമീനാണ്. അങ്ങനെ പുറത്തുനിന്ന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് കൊണ്ടുപോയി. ഏയ് നമ്മൾ നേരത്തെ കാലത്ത് പിന്നെ എനിക്ക് ചെമ്മീനൊക്കെ ഇവിടെ നിന്ന് ചെമ്മീനും ചാളയൊന്നുമില്ല. രാവിലെ പോയിന്ന് പറഞ്ഞു. എന്താ അവസ്ഥ മടുപ്പായി. ഇപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ പുറത്തുനിന്ന് കരിമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ട കൊഴുവുണ്ട്. നന്ദനുണ്ട്. നന്ദനോട് മാറ്റിയിടണം. അതെ ചാളയില്ല ചെമ്മീനില്ല. അത് മേടിക്കാൻ ഞാൻ വന്നു തന്നെ. ഒന്നരക്കാരെ ഈ ഇവിടെ കറങ്ങി കാണിച്ചില്ല. ഇവിടെ അടിപൊളിയാ കറങ്ങി കാണാൻ. കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. ഓക്കെ പുറത്തോട്ട് ചായ പിടിച്ചിട്ട് അച്ഛനൊന്നും വിളിക്കട്ടെ. അച്ഛൻ വിളിച്ചിട്ട് ഇവിടെ മീന് ചാള ഇത് മാത്രമാണ് പറയാം. ചാള മേടിക്കാൻ വേണ്ടി വന്നത്. ചാള ചെമ്മീൻ നന്ദൻ വേണം. നമുക്ക് നന്ദന ആവശ്യമില്ല. അച്ഛനെ വിളിച്ചു ചോദിക്കാം. ചാള മേടിക്കണല്ലേ? വേറെ നന്ദനുണ്ട് അച്ഛേ. നന്ദൻ ഇവിടെ ലാഭം നന്ദനുണ്ട്. വേണേ മേടിക്കാൻ നന്ദ മാത്രമല്ല അയില 1 കിലോ 150 രൂപ. 5 കിലോ എവിടാ ചെറു ഒരു 5-6 എനിക്കെന്താണെന്ന് വെച്ച് മേടിച്ചിട്ട് വന്നിട്ട്. അല്ല ഞാൻ ചോദിക്കണത് നാളെ രാവിലത്തേക്ക് വന്ന് എടുത്താൽ മതി എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോ വെറുതെ പോലെ എന്ത് ചെയ്യണം? മേടിക്കണ ചാളില്ലല്ലോ? മേടിക്കണല്ലോ. അച്ഛനെ വിളിക്കാൻ പോയത് നമ്മുടെ അച്ചു അവിടെ കുമ്മട്ടിക്ക് ഓർഡർ കൊടുത്തിരിക്കണ. എന്നാ കുമ്മട്ടി പറ 2 നമ്പർ.
അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറയാൻ പോരെ? നിനക്ക് വേണോ വേണ്ടേന്ന് അറിയാൻ പറ്റാത്ത കാരണം എനിക്ക് വേണോ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് വേണമായിരുന്നല്ലോ. പറയണ്ട. ഞാൻ അകത്തുനിന്ന് ഇപ്പം പുറത്തോട്ട് വന്നില്ലേ, അത് എൻ്റെ അടുത്ത് ചോദിച്ചേ. യൂട്യൂബിലിടാനാണ് ചോദിച്ചത്. ഞാൻ കാക്കെ യൂട്യൂബിൽ നിന്നാണോ ചോദിച്ചത്. ഞാൻ യൂട്യൂബിൽ ഇടാനായിട്ടാന്ന് പറഞ്ഞു. അതെ, അവിടെ കിടക്കുമ്പോൾ പൈസ മേടിക്കുന്നത്, പുറത്തേക്ക് കിടക്കുമ്പോൾ പൈസ മേടിക്കുന്നത്. അത് കഥയിലേക്ക് വെച്ചാൽ ആരോടാ നൃത്തൊക്കെ പോയി വർത്താനം പറയാൻ പറഞ്ഞത്? ഞാൻ പോയാണ്ടോ കൂടായിട്ട്? കാരണം നീ കുറച്ച് കള്ളം പോണ പോലെ പോണം. പോണ കൂടെ ഞാനാണ് മുമ്പിൽ കൂടി പോയത്. നമ്മൾ ചോദിച്ചിട്ടല്ല. നീ ഇങ്ങനെ ഈ സാഹസ്യം എല്ലായിടത്തും മുങ്ങി പോണു. എന്നെ കൂടി പഠിപ്പിച്ച എങ്ങനെ ആരെ കയ്യിൽ പിടികിട്ടാണ്ട് നീ രക്ഷപ്പെടാതെ പഠിപ്പിച്ചില്ല. എൻ്റെ മാത്രം സീക്രട്ട് ചാളില്ലല്ലേ? ഇല്ല, ചാളയൊന്നും വന്നില്ല. ചാള ഇഷ്ടം ഇന്നലെ അല്ലേ ചെമ്മീനുണ്ടായിരുന്നു? ചെമ്മീനുണ്ട്, ചാളയല്ല. 500 രൂപ. ഇവിടെ നിന്ന് ഒരു പിടിച്ചിട്ട് തന്നെതൊക്കെ കമ്പനിയിലോട്ട് പോകും. സാധനം കൊണ്ട് നോക്കി ചെമ്മീനില്ലെന്ന്. ചെമ്മീൻ ചാളയില്ലടാ. ഇത് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട ഈ സാധനം കണ്ട. ഇത് ഓരോ കമ്പനിയിലായിട്ട് കയറ്റി അടക്കാൻ വേണ്ടി ഉള്ള പരിപാടി. ഇവിടെ കാണിച്ചാൽ സെറ്റ് തിരിഞ്ഞാണ് കയറ്റണം തോന്നുന്നത്. തിരിഞ്ഞേറ്റണം. നോക്കിയാൽ അതൊക്കെ കല്ലിട്ട് വരെ നടന്നിട്ടുണ്ട് നല്ല വെയിലത്ത്. അവിടെ അല്ലടാ, അവിടെ ഇല്ല, അവിടെ കണ്ട പോവാൻ നോക്കി. ബൈക്കിൽ വെയിൽ കൊണ്ടിട്ട് വരാം. എന്തായാലും മൊത്തം കരിഞ്ഞിട്ട് വരാം. കണ്ട ചെമ്മീൻ കാണാം. ചെമ്മീനൊക്കെ കയറ്റി പിടിക്കുക. ചെമ്മീൻ ഉണ്ടായിരുന്നു തോന്നല്ലേ? എല്ലാം കടലിൽ പോയി വന്നിട്ട് ചായ കുടിക്കണ പരിപാടികൾ. ആ മണ്ടയ്ക്ക് ഇറങ്ങുന്നത് ഈ വെയിലത്ത്. ആ കല്ല് അറ്റമ്പരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ ഒന്നെങ്കിൽ ഇതിന് സൂപ്പറാവും. ഇതിന് സൂപ്പറാന്ന് പറഞ്ഞാൽ ഉണങ്ങി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അച്ചു പറഞ്ഞേ അവിടെ വേറൊന്നും മീമനുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതുകൂടി ഒന്ന് നോക്കിയിട്ടില്ല. അവിടെ വന്നിട്ട് വെറുതെ കയ്യും വീശി പോയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു മടുപ്പും ബാഡ് പിടിക്കും. ഈ വെറുതെ വന്നല്ല, വെറുതെ വന്ന് അത് മേടിക്കാൻ പറ്റാത്തത്. ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാനല്ല. ഏത് ചെമ്മീൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എനിക്ക് നോക്കട്ടെ. അവൻ മറ്റേ കിലോ കണക്കിന് തൂക്കണ കാര്യം പറഞ്ഞാൽ കുറച്ചൊന്നുമില്ല മേടിക്കണവൻ. അവൻ ആ കിലോ മൊത്തം എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കട കൊട്ട എടുക്കില്ല, കൊട്ട മൊത്തം വേണമെന്ന് പറഞ്ഞാൽ. ചെല്ലട്ടെ കാണിച്ചെടുത്തോ. 50 രൂപ 50 രൂപ വേണം. നിൽക്കട്ടാ, ഞാൻ കവർത്തുന്നുണ്ട്. மீன் கொடுக்குத்தா பிடி போட்டா போட்டா பிடிக்கண்ணி தங்கம் 50 രൂപ. അല്ല ഇനി വേറെ വല്ല ചെമ്മീൻ നോക്കണം. നീ പറഞ്ഞു ചെമ്മീൻ വന്നു. ചെമ്മീൻ വന്നത് ഒരു കൊട്ട 10 കിലോ ഉണ്ടായിരുന്നു. അതാ അതേപോലെ ആണോ? ഇന്നെന്താ എനിക്ക് വേണ്ട നിനക്ക് വേണം അന്ന് നീ തിന്നൂലി. എനിക്ക് പോവാനിക്കുന്ന അന്ന് ഇത് ഞാൻ ചേച്ചി കൊണ്ട് കൊടുക്കും. ചേച്ചി വിളിച്ചിട്ട് കുറച്ച് അന്ന് എന്തിനു മേടിച്ചു എന്തെങ്കിലും മേടിക്കണോ? ആ അവരെന്തും മേടിക്കാൻ പറ്റണ്ടായി. ഇതാൾക്ക് കൊടുക്കാലോ. ചേച്ചി നന്ദം കിട്ടി വിളിച്ച് സാറേ ചേച്ചി നന്ദം കിട്ടി ചേച്ചി വീട്ടാട്ടിയല്ലേ വീട്ടുചേരത്ത് കൊണ്ട് കൊടുക്കും. വീട്ടുചേരത്ത് കൊണ്ടേ കൊടുക്കാം. അവിടെ നിൽക്കിയല്ലേ ആ കിട്ടാൻ കയറണം. ഒരു
കുറച്ച് മാത്രമായിട്ട് എടാ ഇതിപ്പോ നമ്മൾ ഈ അമ്മമാരെ എടുത്താണ്ടാ അമ്മമാരെ തന്നെ മേടിക്കണം മനസ്സിലായി. അല്ലാണ്ട് മറ്റേ കൊട്ടക്കണക്കിന് കൊണ്ടാണ് എടുക്കരുത്. അത് അതൊന്നെങ്കിൽ വലിയ രീതിയിൽ വലിയ മറ്റേ ഇത് ബോക്സിലിട്ട് വിൽക്കണം. അല്ലെങ്കിൽ മനസ്സിലായ തട്ടിരുന്നവരൊക്കെ അത്രയും വലിയ ഇതിൽ എടുക്കണം. മനസ്സിലായ എനിക്ക് എനിക്കാകെ ഇപ്പം ഇത്തിരി നന്ദം കിട്ടിയിട്ടുണ്ട്. ഇത്തിരി നന്ദം കിട്ടിയിട്ടുണ്ട്. 50 രൂപക്ക് 50 രൂപക്ക് ലാഭമാണ്. 50 രൂപക്ക് ലാഭം. നേരെ ഞാൻ എടുക്കൂല, എനിക്ക് ചാള മതി. ഞാൻ ചേച്ചി കൊടുക്കും. ചേച്ചി കൊടുക്കാനുള്ള ഞാൻ എടുക്കട്ടെ. ഞാൻ എടുക്കണേ. അതിങ്ങനെ ഇവിടെ ഇല്ലേ, ഇവിടെ കവരുണ്ട് അറിയാവാ. ഇവിടെ കവർ വരും അറിയാവാ. ഇവിടെ കവർ വരും. പണ്ട് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഫോട്ടോ വെച്ച് ഒരു ടൈം പോണ സമയത്ത് ഇവിടെ ഇറങ്ങി ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയായിരുന്നു. അപ്പോഴാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല, നൈസ് തുടങ്ങുന്ന ടൈമായിരുന്നു. എന്ന് പറഞ്ഞാൽ കവരടിച്ച് കയറും, ഉപ്പ് കയറും എന്നെ സമയമായിരുന്നത്. ഉപ്പ് ഇവിടെ കാണാൻ അടിപൊളിയായി. ഇവിടെ ഓക്കെ ആലപ്പുഴ എപ്പോഴും അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ആലപ്പുഴ, ഞങ്ങൾ ഈ അരൂര് കിടക്കണേ, ഞങ്ങൾ പകുതി ആലപ്പുഴയും പകുതി എറണാകുളം എന്നുള്ള ഞങ്ങൾ നടുക്കൊരു ഭാഗത്താണ് കിടക്കണത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലുള്ള, കാരണം ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ ആലപ്പുഴയെന്ന് വരുള്ളൂ. വേറൊരു കാര്യം, ആലപ്പുഴക്കാരുടെ സ്ലാങ് ഞങ്ങളുടെ സ്ലാങ് കൂടി അയ്യോ ഒരു ഒന്നുമില്ല, ചെറുതായിട്ടൊരു ഒന്നിന് മേടിക്കരുത്. സ്ലാങ്ങിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഇവിടത്തേക്ക് അടുത്ത് കിടക്കാറേ, ഞങ്ങൾക്ക് മറ്റേ സാധനങ്ങൾ നിങ്ങ സാധനമൊക്കെ ഞങ്ങളിലുണ്ട്. ഓൾറെഡി സാധനം കൈ കാരണം മെയിൻ സ്പോട്ടാണ് ചില നീണ്ടേര ചായ കുടിച്ചിട്ടിരിക്കാൻ വേണ്ടി, ചില്ല് ചെയ്യാൻ വേണ്ടി. ഇവിടെ കുറേ കഫോറുണ്ട്. വലിയ ഇപ്പം അവിടെ ഒരെണ്ണം കേട്ടോ, അവിടെ ഒരെണ്ണം. പിന്നെ പോണ വഴിക്കുണ്ട്. പോണ വഴിക്ക് റൈറ്റ് സൈഡിൽ കുറച്ചധികം ഉണ്ട്. ഇവിടെ ഒരു വൈകുന്നേരമൊക്കെ കഴിയുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കാൻ വെറുതെ എടങ്ങേറ് സ്ഥലം. എടങ്ങേറ് സ്ഥലം എന്ന് പറഞ്ഞാൽ വെറുതെ അടിപൊളിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കുറേ പേരുണ്ടാവും, ലാഭ്യ ആൾക്കാരുണ്ടോ. അതെ കണ്ട ഇവിടെ ഓരോ ചാല്, ഇതൊക്കെ ഓരോ കട്ടയാണ്. ഇതൊക്കെ ഓരോ ഇപ്പോൾ ഇവിടെ പുതിയ തുടങ്ങണം. പിള്ളേർ ഓരോ സാധനം സെറ്റ് ചെയ്ത് തുടങ്ങി. ഇവിടെ വന്നിരിക്കുക, ഇവിടെയാണ് വന്നിരിക്കുന്ന ആൾക്കാർ നൈസായിട്ട്. ഇവിടെ ഓരോ ഇരിക്കുക. ഇവിടെയൊക്കെ പുതിയ സാധനങ്ങളൊക്കെ തുടങ്ങി. ഓരോരോ ചെറിയ കഫയൊക്കെ തുടങ്ങി ഇവിടെ ഇട്ടേക്കണേ. മനസ്സിലായ ഇത് പണ്ട് വെള്ളാട്ടാ. ഈ കടയൊക്കെ ഇത്തിരി പണ്ട് വെള്ള, അത് ഒരുപാട് പണ്ടുള്ളതാണ്. അത് തന്നെയല്ലേ ഇപ്പം നമ്മൾ കടലിൽ ലേലം വിളിച്ച് എടുക്കല്ലേ, അതുപോലെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അത് ഹാർബർ. ഇത് പഴയ ചായക്കട ഇവിടുത്തെ. അത് ഹാർബർ, നമ്മൾ കണ്ടത് ഹാർബർ. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ മാർക്കറ്റ് ഉണ്ട്. അത് മാർക്കറ്റാണ്. ഈ കാണുന്ന മാർക്കറ്റ് ഇവിടെ വെളുപ്പിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മണി ഇവിടെ മാർക്കറ്റാണ്. അല്ലെങ്കിൽ ഇവിടെ സാധനങ്ങളും സെല് ചെയ്യുന്നുണ്ടോ ഉണ്ടതേ മാർക്കറ്റ്. ഈ വണ്ടിയായി കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, ഒന്ന് ശരിയാക്കി തന്നെ. 2 ഷോക്കും മാറണം. പിന്നെ അനുവേ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ വണ്ടി ഫുള്ള് കംപ്ലൈന്റ്, സ്വിച്ച് കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്നത്. പിന്നെ ഈ മീറ്റർ സാധനം ഒരു വർക്കില്ല, ഈ പെട്രോൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നോക്കിയടാ എവിടെ കൂട്ടുകാരാട്ടാ. അവൻ്റെ കട അവൻ പുതിയതായിട്ട് ഇട്ട. എത്ര നാളായിട്ടിട്ട്? ഞാൻ 23 തുടങ്ങിയ 2 ആഴ്ചയായില്ലേ? എൻ്റെ കടയിൽ നമ്മുടെ അടുത്ത് തന്നെ ഒറ്റയ്ക്ക്. അവൻ പണി സ്വന്തമായിട്ട് പഠിച്ച് വെച്ചാൽ സ്വന്തമായിട്ട് കടയിട്ട് സെറ്റപ്പ്. അതിനകത്ത് മീനുണ്ട്. ഇവൻ നിന്റെ അമ്മ പറഞ്ഞില്ലേ ഇവൻ നല്ല പയ്യനാണെന്ന്. അതെപ്പോഴാണെന്നറിയാം? ഇവന് ഉറങ്ങിക്കിടക്കണ കണ്ടിട്ടുണ്ട്. അപ്പോഴേക്കട്ടെ കുമ്പള സ്കൂളിൽ പോകുമായിരുന്നല്ലോ പണ്ട്. 7 വരെ അവിടെ ആയിരുന്നല്ലോ. അല്ല അതിട്ട് നീ എവിടെ ചേട്ടൻ പറഞ്ഞു ഇവനുണ്ട് കുക്കുണ്ട്. അതിന്റെ കുക്കു എന്നെ വിളിച്ച് ഇവര് മിണ്ടല്ല, ചെറുപ്പം തന്നെ ഇവര് മിണ്ടല്ല. ഇത് ഇട്ടത്തില്ല പമ്പിരിക്കണ എന്നെ കണ്ടപ്പോ കാണണ്ടല്ലോ. അവന്മാരെല്ലാരും മിണ്ടി, ഇവന്റെ കൂട്ടത്തിരിക്കുന്നവരെല്ലാരും ഉണ്ട്. ഇവൻ മിണ്ടടില്ലല്ലേ? ഇവൻ മിണ്ടല്ല, കാണണ്ടല്ലോ. പരിചയമില്ലാത്ത ആരാടാ ഒന്നുകൂടി ഇവന് പോകുന്ന ഇവനോട് ഇവന് ഇപ്പൊ എന്താണോ കൂടെ ഇവ നോക്കിയാ കള്ളന്മാര് ഇരുട്ടത്തേക്ക് ഇട്ടുള്ളൂ. ചിരിക്കണ ഇവന് വായുന്നതിന് വന്നില്ല.
അതൊന്നും പറയില്ലല്ലോ ആരും. നിങ്ങൾക്ക് മേടിച്ച് വീട്ടിൽ കൊടുത്താ വീട്ടിലേക്കില്ല. അതെന്താ നന്ദൻ നന്ദൻ രാവിലെ അച്ഛൻ മേടിച്ചിരുന്നൊക്കെ. അതെന്താ വീട്ടിലേക്ക് കൊടുത്തോ? അയ്യോ എടാ വീട്ടിലോട്ട് കൊടുത്തു. ഇല്ലൊക്കെ ഇത് അക്കൊക്കെ എടുത്താക്കിയത് ഇങ്ങോട്ട് മേടിച്ച വേണ്ട ഇവിടെ എടുത്തോ. എന്നാ ഞാൻ രാവിലെ ഹാർബറിൽ പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ജസ്റ്റ് നീണ്ടകര വഴി നമ്മൾ ഇങ്ങനെ പോയി. നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരൂര്, ചന്ദ്രൂര്, എഴുപുന്ന എന്ന് പറഞ്ഞാൽ ചന്ദ്രൂർ ഇറങ്ങിയിട്ട് നേരെ എഴുപുന്ന പിടിച്ച് നീണ്ടകര വഴി നേരെ ചെല്ലാനത്താണ് പോയത്. നമ്മൾ ചെല്ലാനം നമ്മളിന്ന് പോയത് ഹാർബറിൽ മീൻ എടുക്കാനായിട്ട് പോയത്. ചാള നോക്കിയാൽ പോയത്. ചാള ഇല്ല അവിടെ ചെമ്മീനുണ്ട്, എന്താണ് ബാക്കി കുറേ മുള്ളൻ അങ്ങനെ കുറേ ഉണ്ട്, അയില അങ്ങനെ കുറേ മീനൊക്കെ ഉണ്ട്. പക്ഷേ ചാള മാത്രമില്ല. എന്താണെന്നറിയില്ല, ഞാൻ വന്നുകൊണ്ടായിരിക്കാം. അത് മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ചെല്ലാനൊന്ന് കാണിക്കാം. ഇങ്ങനെയല്ല, വേറൊരു വൈബുണ്ട്. ബീച്ച് ഒരു വൈബുണ്ട്. അത് അറ്റൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഹാർബറിൽ പോകണം മാത്രമല്ലല്ലോ. സോറി, ബീച്ച് വൈബിൽ പോണ ഒരു വീഡിയോ എന്തായാലും എടുക്കുന്നത് അടുത്ത വട്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആദ്യം നിങ്ങളൊന്ന് കാണുക. അതാണ് എനിക്ക് ആദ്യം വേണ്ടത്.